ജെൻഡർ താല്പര്യത്തിനനുസരിച്ച് വിവാഹം വേണം. അങ്ങനെയാണ് ആദിലക്കും നൂറക്കും ഒന്നിച്ചു കഴിയാൻ ഈ രാജ്യത്തെ ഭരണകൂടം സ്വാതന്ത്ര്യം നൽകിയത്. അവരെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ഇതാണ് യഥാർത്ഥ കുടുംബ ജീവിതം എന്ന് ഇവിടുത്തെ പ്രശസ്തരായ സിനിമാ നടന്മാരെ കൊണ്ട് പറയിപ്പിച്ചത്. ഇവിടെ ക്യാമ്പസിലെ പെൺകുട്ടികൾ ഇതാണ് പകർത്താൻ നമുക്കുള്ള മാതൃക. കാരണം ഒരു പുരുഷന്റെ ആട്ടും തുപ്പും കേട്ട് ജീവിക്കേണ്ടതില്ല, ഒരു പുരുഷന്റെ ഭാര്യയായി ജീവിക്കേണ്ടതില്ല. തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിന് വിവാഹം ചെയ്യാം, എത്ര സുന്ദരമാണ് എന്ന് അവിടെ കൂടിയിരിക്കുന്ന പെൺകുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചത്. ഇതൊക്കെയാണ് സംസ്കാരം എന്ന് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, തിരിച്ചടികൾ തുടങ്ങിയില്ലേ? നമുക്കറിയാം, രാജ്യത്തിലെ ഭരണകൂടങ്ങൾ പോലും നിയമ സംവിധാനങ്ങൾ പോലും ഇത്തരം തോന്നിയാസങ്ങൾക്ക് ഇന്ന് അനുകൂലമാണ്. ലോകത്ത് സ്വവർഗരതി അംഗീകരിച്ച് നമുക്കറിയാം 1940-കളിൽ പാശ്ചാത്യത്തെ പടിഞ്ഞാറൻ ചില രാഷ്ട്രങ്ങൾ. നമ്മുടെ രാജ്യത്തും അതിനനുസരിച്ചുകൊണ്ട് നീതിപീഠങ്ങളുടെ ഭാഗത്ത് നിന്ന് നിയമത്തിന്റെ വ്യാഖ്യാനം ഉണ്ടായി. അത് നേരിടുന്ന ദുരന്തം എന്താണ്? ഒരു 10 കൊല്ലം മുമ്പ് മഞ്ചേരിയിലെ ഏതെങ്കിലും ഒരു ലോഡ്ജിൽ അന്യ ആണും പെണ്ണും ഉണ്ടെങ്കിൽ ഒരാൾ ഫോൺ വിളിച്ചു പറഞ്ഞാൽ പോലീസ് വരുമായിരുന്നു. ഇന്ന് വരൂല. എന്താ കാരണം? നിയമപരിരക്ഷയുണ്ട്. വന്നാൽ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. അവർക്ക് പറയാം, ഞങ്ങൾ ലിവിങ് ടുഗദർ ആണ്. 18 വയസ്സ് കഴിഞ്ഞ ഏത് ആണിനും പെണ്ണിനും എവിടെ ഒന്നിച്ച് കഴിയാം. ലിവിങ് ടുഗദർ എന്ന വ്യാഖ്യാനം നൽകിയാൽ മതി. ഈ തോന്നിയാസമാണ് ലോകത്തെ ഇന്ന് ഈ അപകടാവസ്ഥയിലേക്ക് എത്തിച്ചത്. ഞാൻ ഓർത്തു പോകുന്നു, 2 കൊല്ലം മുമ്പ് ഒരു സുഹൃത്ത്, അദ്ദേഹം ജപ്പാനിൽ പോയപ്പോ അനുഭവം പറഞ്ഞു. ജപ്പാനിൽ ഒരു പ്രദേശത്ത് ചെന്നപ്പോ 30 വയസ്സ് കഴിഞ്ഞ ഒരാളും അവിടെ ഇല്ല. കാരണം എന്താ? വർഷങ്ങൾക്ക് മുമ്പ് ലിവിങ് ടുഗദർ തുടങ്ങിയിട്ടുണ്ട്. ലിവിങ് ടുഗദറിന്റെ പ്രത്യേകത എന്താ? കുറച്ചു കാലം ഒന്നിച്ച് കഴിയും, മക്കൾ വേണ്ട തീരുമാനിക്കുക, അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യും. അങ്ങനെ ഒരു 10, 40, 45 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കും, ഇനി എന്തിനാ ഒരു കല്യാണം? ജീവിതത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി എന്തിനൊരു വിവാഹം? അതുകൊണ്ട് വിവാഹമില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് 30 വയസ്സിന് താഴെയുള്ളവരില്ല. നമ്മൾ വായിച്ചു ഈ അടുത്ത കാലത്ത്, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ജപ്പാൻ എന്ന രാജ്യം ലോകത്ത് നിന്ന് വിഭാടനം ചെയ്യപ്പെടുന്ന കാരണം പുതിയ തലമുറയില്ല. ലിവിങ് ടുഗദർ വ്യാപകമായപ്പോ കുട്ടികളില്ല, പട്ടാളത്തിൽ ചേരാൻ യുവാക്കളില്ല. ലോകമാ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.